പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായിരിക്കട്ടെ. യോഹന്നാൻ 6:37 ഇപ്രകാരം പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ആമേൻ, ഹാലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ, ഹാലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും കർത്താവ് തള്ളിക്കളയുന്നില്ല. ആമേൻ, ഹാലേലൂയ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ, ഹാലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയത്തില്ല. പ്രിയരെ, നിങ്ങളെ ആരെങ്കിലും തള്ളപ്പെട്ട ഒരവസ്ഥയിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ആമേൻ, ഹാലേലൂയ, പ്രൈസ് ഗോഡ്, നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. ആ യേശുവിൻ്റെ സ്നേഹത്തോട്, ആമേൻ, ഹാലേലൂയ, പറ്റിയിരിക്കുക. അവൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ, ഹാലേലൂയ. നിൻ്റെ അപ്പനും അമ്മയും നിന്നെ തള്ളിയെന്ന് വരും, നിൻ്റെ കൂട്ട് സഹോദരങ്ങൾ നിന്നെ തള്ളിയെന്ന് വരും, നിൻ്റെ ബന്ധുക്കൾ നിന്നെ തള്ളിയെന്ന് വരും. ആമേൻ, നിൻ്റെ മക്കൾ നിന്നെ തള്ളിയെന്ന് വരും. പ്രൈസ് ഗോഡ്. നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നെ തള്ളിയെന്ന് വരും. ആമേൻ, ഹാലേലൂയ. ഈ ലോകത്തിൽ ആരെല്ലാം തള്ളിയാലും, പ്രൈസ് ഗോഡ്, പ്രിയരെ, യേശു കർത്താവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. ആമേൻ, ഹാലേലൂയ. ഈ ലോകത്തിലെ സുഖങ്ങളാവട്ടെ, ഈ ലോകത്തിലെ ഇമ്പങ്ങളാവട്ടെ, ഈ ലോകത്തിലെ ബന്ധങ്ങളാകട്ടെ, ഇഷ്ടങ്ങളാകട്ടെ, ഇതെല്ലാം താൽക്കാലികമാണ്. ആമേൻ, ഹാലേലൂയ. നമ്മളെ നിത്യതയോളം, ആമേൻ, സ്തോത്രം, കൊണ്ടു ചെല്ലുവാൻ അത് യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. ഈ ഭൂമിയിലെ ബന്ധങ്ങൾ ഇതെല്ലാം ഈ ഭൂമിയോടുകൂടെ, ഈ മണ്ണോടുകൂടെ അവസാനിക്കും. ആമേൻ. എന്നാൽ നമുക്കൊരു നിത്യതയുണ്ട്. ആമേൻ, ഹാലേലൂയ. ആ നിത്യതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ആമേൻ, യേശുവിൻ്റെ അടുക്കൽ വരണം. ആമേൻ. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ ഒരു നാളും കർത്താവ് തള്ളിക്കളയുന്നില്ല. ആമേൻ, ഹാലേലൂയ. പല പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ആമേൻ, ഹാലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരാലും തള്ളപ്പെട്ടു പോകുന്നു. കൈപിടിച്ചുയർത്തുവാനോ, ആമേൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാനോ, ഒന്ന് കരുതുവാനോ, പ്രിയരെ, ആമേൻ, സ്തോത്രം, ആരുമില്ലാതെ ഭാരപ്പെട്ട് കരഞ്ഞും വ്യാകുലപ്പെട്ടും ഇരിക്കുമ്പോൾ, ആമേൻ, ഹാലേലൂയ, ആമേൻ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യേശു കർത്താവാണ്. നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരിക. ആമേൻ, ഹാലേലൂയ. അവൻ നിങ്ങളെ മാറോട് ചേർത്തണയ്ക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആമേൻ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ആമേൻ. അവൻ നിങ്ങളെ മാറോട് ചേർത്തണയ്ക്കും. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ, ആമേൻ, ഒരു പക്ഷേ അതിലും ഉപരിയായി കർത്താവ്, ആമേൻ, നിന്നെ സ്നേഹിക്കും, നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ കരുതും. ആമേൻ. നീ ഇന്നു മുതൽ ഭാരപ്പെടേണ്ട, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, എന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല. ആമേൻ, ഹാലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രൈസ് ഗോഡ്. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ.